പരവൂർ നഗരവും വാണിജ്യ പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള പരവൂരിൻ്റെ കൂടി പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പാരിപ്പള്ളിയിൽ നിന്ന് എന്തുകൊണ്ടാണ് പാരിപ്പള്ളി ഒരു പ്രധാന ജംഗ്ഷൻ ആയതുകൊണ്ടും പരവൂരിലേക്ക് പോകുന്ന പ്രദേശമായതുകൊണ്ടുമാണ് പാരിപ്പള്ളിയിൽ അത്ര കൊട്ടിയത്ത് അങ്ങനെ ഓരോ സ്ഥലത്തും പിന്നെ അത് പ്രദേശം ടൗൺ ആയതുകൊണ്ടും ഈ ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നഗരമാണ് സത്യത്തിൽ പരവൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ. ഞാനതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ടൂറിസത്തിൻ്റെ ആംഗിളിലായാലും വ്യാവസായിക വാണിജ്യ ചരിത്രം പരിശോധിച്ചാലും അവിടുത്തെ ജനസാന്ദ്രതയുടെ കാര്യം പരിശോധിച്ചാലും സാംസ്കാരികമായി പരിശോധിച്ചാലും വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങൾ പരിശോധിച്ചാലും എത്രയോ പ്രാധാന്യമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ നമ്മുടെ ഈ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ധാരാളം പേർ ജുവൽ ജംഗ്ഷൻ മീഡിയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതുപോലെ തന്നെ നാട്ടിലുള്ള ഈ വികസനത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ മാതൃഭൂമി പോലുള്ളൊരു പ്രസ്ഥാനം ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികൃതർ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു നാടിൻ്റെ വിഷയങ്ങളെ പറ്റി കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് തന്നെ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരം കൂട്ടായ്മകൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. കുറച്ചു കാലം കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ ഒരു ഇത്തരമൊരു റോഡ് വരുന്നു അല്ലെങ്കിൽ ഒരു ദേശീയപാത വരുന്നു എന്ന് പറയുന്നത് ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ആ വികസനത്തിനൊരു തിരിച്ചടി പോലുള്ള ആണ് ഈ കുപ്പിക്കഴുത്ത് പോലുള്ള ഒരു പെട്ടി പോലുള്ള ഒരു വഴി അവിടെ ഉണ്ടാക്കിയിടുകയും ആ വഴിയിലൂടെ എങ്ങനെ ഇനിയിപ്പോൾ ഇത് റോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ബസ് അല്ലെങ്കിൽ ഒരു ലോറി അതുവഴി കടന്നു വരും എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. വിദേശ സഞ്ചാരികളടക്കം ഒരുപാട് സഞ്ചാരികൾ കടന്നു വരികയൊക്കെ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ഇത്തരം ആൾക്കാരെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു കുപ്പിക്കഴുത്താണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എന്ത് ബദൽ സംവിധാനമാണ് അല്ലെങ്കിൽ ഇതിനെന്ത് പ്രതിവിധി കാണണം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ആ ബ്ലോക്കിൽ അവിടെ കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമുക്ക് മാറേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ജനകീയ ഒരു കൂട്ടായ്മയും ഒരു ചർച്ചയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാതൃഭൂമിയോട് ഒപ്പം ഇവിടെ എല്ലാവിധ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി പോലുള്ള പ്രസ്ഥാനങ്ങളും പരവൂർക്കാർ കൂട്ടായ്മ പോലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കൂട്ടായ്മ ഇങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ ജനകീയ ചർച്ച ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. മാധ്യമങ്ങളുടെ ഇടപെടൽ ഏറെ സഹായകരമാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ സൂചിപ്പിച്ച ദളവാപുരം പള്ളിക്കോടി പാലം ഉൾപ്പെടെയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളിൽ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഒറിജിനൽ ഡിസൈനും പ്ലാനും തയ്യാറാക്കിയപ്പോൾ ഉണ്ടായ ഗുരുതരമായ അപജയം അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള ഒരുപാട് വീഴ്ചകൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. അശാസ്ത്രീയമായ നിലയിലായിരുന്നു പലതരത്തിലുള്ള ഇതിൻ്റെ ഡിസൈനും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉദ്യോഗസ്ഥരെയും വിവിധ സമിതികളെയും കണ്ട് പരിശോധിച്ച് പഠനം നടത്തിയതിന് ശേഷം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ വരാൻ വൈകിയത് ഇത്തിക്കര പാലത്തിനടുത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി പേർ അവിടെ ഏതാണ്ടൊരു സമരരൂപത്തിൽ തന്നെയാണ് ഞാൻ വന്ന വഴിയിൽ അവിടെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ അവിടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു അവിടെ ഇറങ്ങി ആ പ്രശ്നം കാണാൻ ഇറങ്ങിയത് കൊണ്ടാണ് സത്യത്തിൽ ഇത്രയും വൈകിയത്. സമാന സ്വഭാവത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ 3-4 വർഷമായി ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഇത് തന്നെയാണ്. ഏതായാലും ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ധാരാളം പേർ നിങ്ങൾക്കും ഇതിനകത്ത് അഭിപ്രായം പറയാനുണ്ട്. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു സ്മോൾ വെഹിക്കുലാർ അണ്ടർ പാസേജ് അല്ലെങ്കിൽ SVUP ആണ്. 7x4 7 മീറ്റർ വീതിയും 4 മീറ്റർ ഉയരവുമുള്ള ഒരു അടിപ്പാതയാണ് സത്യത്തിൽ ഈ പറയുന്ന നമ്മുടെ ഈ പ്രദേശത്ത് പരവൂരിനെ ബന്ധിപ്പിക്കുന്ന തിരുമുക്ക് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു സ്മോൾ വെഹിക്കുലാർ അണ്ടർ പാസേജിന് പകരം SVUPക്ക് പകരം
21 മീറ്റർ വീതിയുള്ള ഒരു VUP, ആ ഒരു ലാർജ് VUP നമ്മൾ കൊട്ടിയത്തും പള്ളിമുക്കിലും അതുപോലെ പല സ്ഥലങ്ങളിലുമൊക്കെ ചെയ്തിട്ടുള്ളത് പോലെയുള്ള ഒരു വെഹിക്കുലാർ അണ്ടർ പാസേജ് പരവൂർ നഗരവും വാണിജ്യ പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള പരവൂരിൻ്റെ കൂടി പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട്, ഇപ്പോൾ പാരിപ്പള്ളിയിൽ നിന്ന് എന്തുകൊണ്ടാണ്, പാരിപ്പള്ളി ഒരു പ്രധാന ജംഗ്ഷൻ ആയതുകൊണ്ടും പരവൂരിലേക്ക് പോകുന്ന പ്രദേശമായതുകൊണ്ടുമാണ് പാരിപ്പള്ളിയിൽ അത്ര, കൊട്ടിയത്ത്, അങ്ങനെ ഓരോ സ്ഥലത്തും, പിന്നെ അത് പ്രദേശം ടൗൺ ആയതുകൊണ്ടും ഈ ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നഗരമാണ് സത്യത്തിൽ പരവൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ. ഞാനതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ടൂറിസത്തിൻ്റെ ആംഗിളിലായാലും വ്യാവസായിക വാണിജ്യ ചരിത്രം പരിശോധിച്ചാലും അവിടുത്തെ ജനസാന്ദ്രതയുടെ കാര്യം പരിശോധിച്ചാലും സാംസ്കാരികമായി പരിശോധിച്ചാലും വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങൾ പരിശോധിച്ചാലും എത്രയോ പ്രാധാന്യമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ നമ്മുടെ ഈ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ധാരാളം പേർ തീവണ്ടിയിൽ തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും ആലപ്പുഴയ്ക്കും കോട്ടയം അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഡെയിലി കമ്മ്യൂട്ടേഴ്സായി യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് പേർ അവർ ആശ്രയിക്കുന്ന, കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്നവർ ആശ്രയിക്കുന്നൊരു പ്രധാനപ്പെട്ട പാതയാണ് സത്യത്തിൽ തിരുമുക്ക് പരവൂർ റോഡ്. അതാണിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഫണ്ടിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടുകൂടി CRFൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, സെൻട്രൽ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റോഡ് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചതും ആ പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ അടിപ്പാത 7/4, 7 മീറ്റർ വീതിയും 4 മീറ്റർ ഉയരവുമുള്ള അടിപ്പാത നേരത്തെ ഇവിടെ വിഷ്വൽ പ്രസൻറ്റേഷനിൽ കാണിച്ചു. സാങ്കേതികമായി ആ കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ലെങ്കിലും അത് അസൗകര്യം ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മെയിൻ പാതയിലൂടെ, കാരണം സർവീസ് റോഡിലൂടെ ആയിരിക്കും നമ്മുടെ പരിസര പ്രദേശത്തുള്ള വാഹനങ്ങൾ പോകുന്നതെങ്കിൽ തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും ഒക്കെ പോകുന്ന വാഹനങ്ങൾ മുഴുവൻ മുകളിലൂടെ പോകും. അപ്പം പ്രധാനമായും സർവീസ് റോഡ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് റോഡ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ട്രാഫിക് തിരക്ക് സർവീസ് റോഡിൽ ഉണ്ടായില്ലെങ്കിൽ പോലും അതുവഴി കടന്നു പോകുന്ന ഒരു KSRTC ബസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ പരവൂരിലേക്ക് കടന്നു വരുന്ന ഒരു ചരക്ക് ലോറി ഉൾപ്പെടെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെയുള്ള വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന് മാത്രമല്ല, 7 മീറ്റർ എന്ന് പറഞ്ഞാൽ 3.5 ആണ്. ഒരു 4 ചക്രങ്ങളുള്ള വാഹനം കടന്നു പോകാൻ 3.5 മീറ്റർ വീതിയാണ്. അപ്പം 2 വാഹനങ്ങൾ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ട്രാഫിക് കൺജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ സാങ്കേതിക പ്രശ്നങ്ങളും ട്രാഫിക് പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് അവിടെ വരേണ്ടിയിരുന്നത്, ഒരു സംശയവും വേണ്ട, SVUPൻ്റെ സ്ഥാനത്ത് ഒരു VUP ആയിരുന്നു വരേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. അതിനേക്കാൾ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, അത് സത്യത്തിൽ അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിയുമ്പോഴാണ് ഈ സാങ്കേതിക ബുദ്ധിമുട്ട് സമൂഹത്തിനും നമുക്കുമൊക്കെ ബോധ്യപ്പെടുന്നതും ആ ഒരു ഘട്ടത്തിലാണ്. സത്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ, ഇപ്പം അടിപ്പാത ഇല്ല എന്ന് കണ്ട സ്ഥലത്തൊക്കെ ജനങ്ങൾ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി, ജനകീയ സമരങ്ങൾ ഉണ്ടായി, നമ്മളെല്ലാം ഇടപെട്ട് പല സ്ഥലങ്ങളിലും അടിപ്പാത ജനങ്ങളുടെ അഭിപ്രായത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഒരു വൈമനസ്യവും കൂടാതെ വളരെ ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ശ്രീ നിതിൻ ഗഡ്കരി ആ കാര്യത്തെ സംബന്ധിച്ച് ഇതിൻ്റെ ടെക്നിക്കൽ മെമ്പർ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇതൊക്കെ നടന്നാൽ ഇനി നിതിൻ ഗഡ്കരി അല്ല, പ്രധാനമന്ത്രിയല്ല, ആര് വിചാരിച്ചാലും ഈ സാങ്കേതികമായി സാധ്യമാകണം, ടെക്നിക്കലി ഫീസിബിൾ ആവണമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് പണം ഒരു പ്രശ്നമല്ല, അത് തരാം. അപ്പോൾ ടെക്നിക്കൽ മെമ്പർ ശ്രീ വെങ്കട്ടരാമൻ ഉൾപ്പെടെയുള്ള NHAI ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ഈ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തത്. സാങ്കേതിക സാധ്യത പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസർക്കും പ്രോജക്ട് ഡയറക്ടർക്കും നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ പ്രോജക്ട് ഡയറക്ടറുമായി കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, നിലവിലുള്ള അടിപ്പാതയോട് ചേർന്ന് അല്ലെങ്കിൽ ആ ഭിത്തിയോട്, ആ ഒരു വാളിനോട് ചേർന്ന് ചെയ്യുക അസാധ്യമാണ്. കാരണം അതിൻ്റെ ഫൗണ്ടേഷനെ ബാധിക്കും, അതുമായി ബന്ധപ്പെട്ട് അത് സാങ്കേതികമായി ബുദ്ധിമുട്ടാണ്. 10-20 മീറ്റർ മാറി, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണ്, നാളെ നടന്നില്ല എന്നെ കുറ്റം. 10-20 മീറ്റർ കൊല്ലത്തേക്ക് വടക്കോട്ട് മാറി
7/4 ഒരെണ്ണം കൂടി ചെയ്യുന്നതിൻ്റെ സാധ്യതയാണ് അവർ കാണുന്നത്. പക്ഷെ അതിനുള്ളൊരു സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത്, അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നടത്തിയ നിർമ്മാണ പ്രവർത്തികൾ അത് ഡിസ്മാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും, ഡിസ്ട്രോയ് ചെയ്യേണ്ടതായിട്ട് വരും. ഡിസ്മാൻഡ്ലിംഗ് ഒരിക്കലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകരിക്കില്ല. കാരണം നാളെ ഇത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. ഇന്ന് ഉദ്യോഗസ്ഥർ പോകും, മന്ത്രിയും പോകും, നാളെ വേറൊരു മന്ത്രിയാകാം, വേറെ ഉദ്യോഗസ്ഥന്മാരാകാം, അവരുടെ പേരിലായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിസ്മാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-60 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള ഡിസ്മാൻഡ്ലിംഗ് അതിന് വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വരും. കോൺട്രാക്ടർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഉൾപ്പെടെ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ഏതായാലും അവർ കേന്ദ്ര മന്ത്രാലയം തീരുമാനമെടുക്കട്ടെ എന്ന നിലയിലാണ് അവർ റിപ്പോർട്ട് അയച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിയുമായും മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായിട്ടും ഈ കാര്യം ചർച്ച ചെയ്യാം. അവർ വെച്ചിട്ടുള്ള സാങ്കേതിക നിർദ്ദേശം, ടെക്നിക്കൽ പ്രപ്പോസൽ ഇതാണ്: നിലവിലുള്ള അടിപ്പാതയിൽ നിന്ന് വടക്കോട്ട് മാറി 10-20 മീറ്റർ വടക്കോട്ട് മാറി സമാന സ്വഭാവത്തിലുള്ള 7/4 7 മീറ്റർ വീതിയിലും 4 മീറ്റർ ഉയരത്തിലുമുള്ള ഒരടിപ്പാത കൂടി നിർമ്മിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുമ്പോൾ തന്നെ അവർ കമ്മിറ്റ് ചെയ്യുന്നില്ല. കമ്മിറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം ഇത് ഡിസ്മാൻഡിൽ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ്. ഡിസ്മാൻഡ്ലിംഗ് ആരുടെ അക്കൗണ്ടിൽ എഴുതും? അപ്പോൾ ആരുടെയോ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ. ഒന്നുകിൽ ഡിസൈൻ ചെയ്തവർ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ചെയ്തവർ. അപ്പോൾ അവിടെ ഒരു അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നം വരുന്നത് കൊണ്ട് ഈ കാര്യത്തിൽ അവർ ഫീസിബിൾ പ്രപ്പോസലായിട്ടല്ല, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് തീരുമാനമെടുക്കേണ്ടത് മന്ത്രാലയമാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ഡിസ്മാൻഡ്ലിംഗ് പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ബുദ്ധിമുട്ട് വരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇനി 18-ാം തീയതി മുതൽ വീണ്ടും പാർലമെൻറ്റ് സമ്മേളനം 21 വരെ ചേരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ഈ കാര്യം ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ട് ഈ കാര്യത്തിൽ ഇനി പല സ്ഥലത്തും ഇതുപോലെ ഡെലിഗേഷൻ വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഡെലിഗേഷൻ വരികയാണെങ്കിൽ വളരെ സന്തോഷം. നിങ്ങൾ ഇവിടെ നിന്നൊരു 4-5 പേരുടെ ഡെലിഗേഷൻ വരികയാണെങ്കിൽ അത് വളരെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ മന്ത്രിയുമായി അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച ചെയ്യാം. ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും അത് നടപ്പാക്കാനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത്രയ്ക്ക് വിൽ പവറുള്ള, അത്രയ്ക്ക് വികസനോന്മുഖ കാര്യങ്ങളിൽ വളരെ ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ തീർച്ചയായും നമുക്ക് ഈ പ്രശ്നം ഈ നൽകിയ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മന്ത്രിയും മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം. അതിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല, അത് ഡിപ്പെൻഡ്സ്. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്കൽ മെമ്പർ ശ്രീ വെങ്കട്ടരാമൻ എന്ന് പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ടെക്നിക്കൽ മെമ്പർ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം അടക്കമുള്ളവരുമായി കണ്ട് സംസാരിച്ചുകൊണ്ട് ഈ പറയുന്ന നിർദ്ദേശമെങ്കിലും സാധ്യമാക്കിയെടുത്താൽ നമുക്കൊരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയും. മറ്റ് പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം വളരെ നേരത്തെ ഉയർത്തിക്കൊണ്ടുവരാനും പരിഹരിക്കാനും കഴിഞ്ഞു. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച വളരെയധികം കാലതാമസം ഈ കാര്യത്തിൽ നേരിട്ടു എന്നുള്ളത് കൊണ്ടാണ്. പിന്നുള്ളൊരു പ്രപ്പോസൽ അവർ പറയുന്നത്, പണി പൂർത്തീകരിച്ചതിന് ശേഷം, അതായത് ഹൈവേ കമ്മീഷൻ ചെയ്തതിന് ശേഷം, ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്തതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഗതാഗതം തുടങ്ങിയതിന് ശേഷം ഉണ്ട് എന്ന് കണ്ടാൽ അഡീഷണൽ വർക്കായി ചെയ്യാമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ദേശീയപാത ആ ബൈപ്പാസ് ഇപ്പോൾ 3 സ്ഥലത്ത് 156 കോടി രൂപ ചെലവഴിച്ചാണ് 3 സ്ഥലത്ത് പുതിയ അടിപ്പാതകൾ പൂർത്തീകരിച്ച സ്ഥലത്താണ് കമ്മീഷൻ ചെയ്തതിന് ശേഷം 3 സ്ഥലത്ത് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ചെയ്യാമെന്നുള്ളതാണ് അവർ പറയുന്ന രണ്ടാമത്തെ മറ്റൊരു നിർദ്ദേശം. മൈലക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ ലൈവായി നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇത്തിക്കരയിലെ അടിപ്പാതയുമായി ബന്ധപ്പെട്ട ബഹുജന സമരം, ഇതിലെല്ലാം സാങ്കേതികമായി വിദഗ്ധരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഒരു ജനപ്രതിനിധി നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിൽ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് PWD പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പരിശ്രമങ്ങൾ തീർച്ചയായും ഉറപ്പാക്കുക എന്നുള്ളതാണ് MLA എന്ന നിലയിലുള്ള എൻ്റെ ചുമതലയെന്ന് ഞാൻ മനസ്സിലാക്കുക. ഇവിടെ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുണ്ടാകുന്ന പ്രായോഗികമായ തീരുമാനങ്ങൾക്കനുസരിച്ച് നമുക്ക് ഒരുമിച്ച് പോകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് ഏറ്റവും പ്രധാനം. ഇവിടുത്തെ 5 പഞ്ചായത്തുകൾ ഇത് സംബന്ധിച്ച് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പരവൂർ മുനിസിപ്പാലിറ്റി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, മറ്റ് ജനകീയ ആവശ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാക്കുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ, ഇവിടെ ഒരു മുനിസിപ്പാലിറ്റി, ഇത് ഒരു ഫ്ലൈ ഓവർ ആക്കണം. ഏറ്റവും അവസാനം നമ്മൾ തയ്യാറാക്കിയ ശ്രീ രാജീവട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് NHലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായും ഇപ്പോൾ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുമായും പോയി ഒരു നിവേദനം തയ്യാറാക്കിയിട്ടുണ്ടായി. കാര്യം അവർക്കാണ് ഇതിൻ്റെ സാങ്കേതികത്വം കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 35 മീറ്റർ വീതിയിൽ ഒരു ഫ്ലൈ ഓവറാണ് ഏറ്റവും ആവശ്യം. ഇത് പരവൂർ മുനിസിപ്പാലിറ്റിയുടെ മാത്രം ആവശ്യമല്ല. കാര്യം ചിറക്കര പോകുന്നവർക്ക് പൂതക്കുളം, കല്ലുവാതക്കൽ, ഇപ്പോൾ ആദിച്ചല്ലൂരുമായി ബന്ധപ്പെട്ട് ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചു. ആദിച്ചല്ലൂരിൽ നിന്ന് വരുന്ന വണ്ടിക്ക് ചാത്തന്നൂർ ജംഗ്ഷൻ തിരിഞ്ഞു പോകുന്നതിന് പകരം ഇവിടെ ഒരു ഫ്ലൈ ഓവർ ആയാൽ തിരുമുക്കിൽ വന്ന് തിരിഞ്ഞു പോകാൻ പറ്റും. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ എങ്ങനെ ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴുള്ള ഒരു ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ബഹുമാന MP ഇവിടെ സൂചിപ്പിച്ചു. അതിനും അപ്പുറം നമ്മൾ ഒരു ഫ്ലൈ ഓവർ, ഇത് ഒരുപക്ഷെ നടക്കുമെന്നതിനപ്പുറം അതിനുവേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം, ഫ്ലൈ ഓവർ സ്ഥാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത്തരം തീരുമാനമെടുപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള ഒരു കൂട്ടായ പരിശ്രമത്തോടൊപ്പം ഞാനും എൻ്റെ പ്രസ്ഥാനം ഉണ്ടാവും. ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള ആ ഒരു അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ചെറിയ എന്താണ് നമുക്ക് പ്രതീക്ഷ ഈ സംസാരത്തിൽ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതുപോലെ നമ്മുടെ പരവൂർ നഗരസഭ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് ഉൾപ്പെടെ വർക്കല നഗരസഭ ഉൾപ്പെടെ നമുക്കറിയാം ഇതിലുള്ള കടന്നു പോകുന്ന ശിവഗിരി തീർത്ഥാടനം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആ ഒരു എന്താണ് സാക്ഷ്യം വഹിക്കുന്ന വർക്കല ശിവഗിരി ഉൾപ്പെടെയുള്ള ആ ഒരു പാസേജ് അല്ലെങ്കിൽ വരുന്ന വണ്ടികൾക്ക് ഉതകുന്ന രീതിയിലുള്ള ആ തരത്തിലോട്ട് ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന് ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ നമ്മുടെ നാടിനെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് നമ്മൾ കൂട്ടായി ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും ഇതിനിൽ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്ക് മറ്റുള്ളവർക്കെല്ലാം മറ്റുള്ള യാത്രാ സൗകര്യങ്ങൾ നേടാം. പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി പോലുള്ള ട്യൂഷൻ സെൻ്ററുകൾ അവിടെയൊക്കെ ഭാഗത്തുള്ള കുട്ടികൾ തന്നെ ചാത്തന്നൂർ വന്ന് വിദ്യാഭ്യാസം നടത്തി പോകുന്ന ഒരു മേഖലയാണ്. എനിക്ക് തോന്നുന്നത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റീസ് MPയെ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. തിരുമുക്കിൽ നിന്ന് 4 മീറ്റർ വലത്തോട്ടുള്ള ബൈപ്പാസിൽ കയറാൻ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുമ്പോൾ തിരുമുക്കിൽ നിന്ന് 20 മീറ്റർ ഇടത്തോട്ടുള്ള ബൈപ്പാസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എവിടെ പോകാനാ? ഞാൻ ആകെ പ്രതീക്ഷിച്ചു വച്ചിരുന്നത് ഈ MP എന്ന നിലയിൽ അദ്ദേഹം നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച് നമ്മുടെ ഡിമാൻഡ് അംഗീകരിച്ച് തരുമെന്നായിരുന്നു. പക്ഷെ ഉണ്ടാകുന്ന ലക്ഷണമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി നമുക്ക് ഒരു പെട്ടി കൂടെ പണിഞ്ഞു തരാൻ പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇത്തിക്കരയിൽ നിന്ന് കയറി വരുന്ന വണ്ടി തിരുമുക്കിലെത്തുന്നതിന് മുമ്പ് ആ ഓട്ടോയിൽ കൂടെ കയറി തിരിഞ്ഞ് BR ആശുപത്രിയിൽ പോകാൻ പറ്റും. അല്ല, എന്തോ സാറേ എൻ്റെ പേര്, റോയൽ ആശുപത്രിയിൽ പോകാൻ പറ്റും. അതല്ലാതെ അതുകൊണ്ട് എന്ത് ഗുണമാണ്? തിരിച്ച് നമുക്ക് ചാത്തന്നൂരിൽ പോകാൻ വീണ്ടും ഈ ഹോളിൽ കയറണ്ടേ? തിരുമുക്ക് അപ്പോഴും അവരടച്ചു തന്നെ വെച്ചേക്കും, അവിടെ ഒന്നും പറ്റില്ല. തിരുമുക്കിലൊരു പിന്നെ എന്താ പറയുക, ഒരു എലവേറ്റർ പിടിച്ചുണ്ടാക്കി തന്ന എന്താ ബുദ്ധിമുട്ട്? അതുകൊണ്ട് എനിക്കറിയില്ല, എനിക്കിനി ബാക്കി ഞാൻ പറയുകയാണ്, എനിക്ക് എന്ത് നിർദ്ദേശം വയ്ക്കണമെന്നറിയില്ല. തിരുമുക്കിൽ അണ്ടർപാസ് ഉണ്ടാകുന്നത് വരെ നമ്മൾ ഏത് സമരമാണ് ഇനി ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിക്കുക. ഇന്നത്തോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നിൽ അവശേഷിക്കുന്ന അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. നമ്മളിനി പുതിയ സമരമാർഗങ്ങൾ തേടേണ്ടിയിരിക്കുന്നു. നമ്മൾ അവിടെ നിരന്തരമായി പന്തൽ കെട്ടിയോ നിരാഹാരമോ അവിടുന്ന് മാറാതെ കിടക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റിന്റെ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഒരു റെപ്രസെന്റേഷൻ പോകാൻ കഴിയുമോ എന്ന് MLA ഒന്നുകൂടെ ആലോചിച്ച് ഞങ്ങൾക്ക് മറുപടി തന്നിട്ട് പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളെല്ലാം ഒരു സമരമുഖത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. നമുക്ക് മുന്നിൽ നിന്ന് നയിക്കുവാൻ നമ്മുടെ ഏറ്റവും വലിയൊരു ദേശീയ ദിനപത്രമായ മാതൃഭൂമി ഒപ്പമുണ്ടോ എന്നുള്ളൊരു വലിയൊരു ആശ്വാസം നമുക്ക് വലുതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
പാരിപ്പള്ളി അടിപ്പാതയ്ക്ക് വേണ്ടി ദിവസങ്ങളോളം സമരം നടത്തിയവരാ ഞങ്ങളെല്ലാവരും. ചാത്തന്നൂര്, അതേപോലെ കൊട്ടിയം. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ തിരുമുക്കും യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയും, യാതൊരു സംശയവും. എനിക്ക് ബഹുമാനപ്പെട്ട MLA-യോടാണ് ആദ്യം ഒരു അഭ്യർത്ഥനയുള്ളത്. ദയവ് ചെയ്ത് ഈ ഒരു ചർച്ച കഴിയുന്നവരെ അങ്ങ് ഇവിടെ തന്നെ കാണണം, ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ല, നമുക്കൊരു നാഥൻ വേണമല്ലോ. അല്ല, മാതൃഭൂമി ഞങ്ങളോട് പറഞ്ഞിരുന്നത് MP-യുമായുള്ള കൂടിക്കാഴ്ചയും ചർച്ചയും എന്നാണ്. ഞങ്ങളത് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ചർച്ചകൾ എല്ലാ കാര്യങ്ങളും MP അവിടെ എത്തിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അതനുസരിച്ച് ബഹുമാനപ്പെട്ട MP ചടങ്ങ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് വന്നതാണ്. അദ്ദേഹം പോയതുകൊണ്ടാണ് MLA-യോട് ഞാൻ ഇങ്ങനൊരു അഭ്യർത്ഥന വെച്ചത്. അവരുടെ സാധ്യതകൾ വെച്ചിട്ട് പലരും പലതും പറയും, പൊതുജനങ്ങൾ പലതും പറയും. MP അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ച് പറഞ്ഞതാവും. എന്തു തന്നെ ആയാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന രീതിയിൽ 7/4 ഒരു എലിപ്പത്തായം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ പലയിടത്തും കടമെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. സുഹൃത്തെല്ലപ്പൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമാണത്, എലിപ്പത്തായം. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ചപ്പോൾ ഈ പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 7/4 എലിപ്പത്തായം തിരുമുക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ അടിപ്പാതയിൽ നിന്ന് 20 മീറ്റർ മാറി നിർമ്മിക്കുക എന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ സാധ്യമല്ല. ടെക്നിക്കൽ പ്രശ്നമൊക്കെ ഉണ്ട്, ടെക്നിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ചന്ദ്രനിൽ പോയി വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഒരു കലങ്ക് അല്ലെങ്കിൽ ഒരു പാലം, ഒരു അടിപ്പാത ഉണ്ടാക്കാൻ ടെക്നിക്കൽ പ്രോബ്ലം ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഏത് ടെക്നിക്കൽ പ്രശ്നമാണ് പരിഹരിക്കാൻ കഴിയാത്തത്? ഇവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ കഴിയുന്ന ആണുങ്ങളെ കൊണ്ടുവരണം. അല്ലാതെ ടെക്നിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്തു വയ്ക്കാമെന്ന് ശ്രമിച്ചാൽ അത് അനുവദിക്കാനാവില്ല. എൻ്റെ പേര് മഹാദ്. ഞാൻ പറവൂർ കൂട്ടായ്മയുടെ അഡ്മിൻ പാനലിൽ ഒരാളാണ്. ഹൈവേ പൂർത്തിയാക്കിയതിന് ശേഷം പുതിയ നിർദ്ദേശങ്ങൾ, പുതിയ പാലം എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത് ഒരു കാരണവശാലും നടക്കത്തില്ല, സാധ്യമല്ല. മറ്റൊന്ന്, ഇപ്പം നിലവിലുള്ള അടിപ്പാത ഡിസ്മാൻഡിൽ ചെയ്യാതെ നടപടികൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ നിലവിൽ ആ മുമ്പിലുള്ള ആ പാത വന്ന് കയറുന്ന ഭാഗത്തുള്ള ആ കെട്ടിടം പൊളിച്ചു മാറ്റി അവിടെ സ്ഥലം ഏറ്റെടുക്കണം. ആ മൂലയിൽ വാഹനം വളയുന്നിടത്ത്, പരവൂരിന്ന് കൊല്ലത്തേക്ക് വാഹനം വളയുന്നിടത്ത് ഒരു കേക്കിൻ്റെ ആകൃതിയിലൊരു കെട്ടിടം നിൽപ്പുണ്ട്. ആ കെട്ടിടത്തിൻ്റെ സ്റ്റെയർ കേസ് വരെ ഇപ്പോൾ റോഡിലാണ് നിൽക്കുന്നത്. അവിടെയും പുതുതായി സ്ഥലം ഏറ്റെടുത്ത് അവിടെയും വീതി കൂട്ടേണ്ടിയിരിക്കുന്നു. ഏതൊരു വികസന പ്രവർത്തനവും നാട്ടിലെ ആളുകൾക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും മെച്ചപ്പെട്ട ജീവിതവും കൊടുക്കാൻ ഉപകരിക്കുന്നതാകണം. DPRൻ്റെ ഒരു പ്രത്യേകത, ജനങ്ങളെ കേൾക്കാതെ, ജനങ്ങളെ പരിഗണിക്കാതെ, പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ പഠിക്കാതെ തയ്യാറാക്കിയ DPR-ആണ്. ആ DPR ഒരിക്കലും ജനപക്ഷ DPR അല്ല. 85% ഓഫ് ദി വർക്ക് ഹാസ് ആൾറെഡി ബീൻ കംപ്ലീറ്റഡ്. സോ ഹൗ? ഇതാണ് 85% പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, 20,000 കോടി ഉറുപ്പിക ചെലവാക്കി എന്ന് പറഞ്ഞാൽ പോലും ജനങ്ങൾക്ക് സന്തോഷം കിട്ടത്തില്ലെങ്കിൽ, ജനങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ലെങ്കിൽ അത് ഡിമോളിഷ് ചെയ്യുക തന്നെ വേണം. പരവരുന്നൊരു മേഖലയെ സത്യത്തിൽ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കും. ഇനി യാതൊരു വികസനവും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇന്ന് പരവരെത്തിയിരിക്കുകയാണ്. നമ്മളെ അവസാനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു ചാത്തന്നൂരിൽ നിന്ന് കടന്നു വരേണ്ട ആ അടിപ്പാത. അതുകൂടി കൊട്ടിയടച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഓരോരുത്തരും ചിന്തിക്കണം. അതുകൊണ്ട് എന്ത് സമരം ആയാലും അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അത് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ആദ്യമായിട്ട് MP ഉടനെ ഇവിടുന്ന് പോയതിൽ ശക്തമായി ഞാൻ പ്രതിഷേധിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള അണ്ടർ പാസേജ് നമുക്ക് ഈ 2 വീലറിന് പോകുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട്
മറ്റുള്ള വലിയ വാഹനങ്ങൾ പോകുന്നതിലേക്കായിട്ട് ഒരു ഫ്ലൈ ഓവർ മാത്രമേ ഉള്ളൂ പരിഹാരം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. MLA സാറ് രാവിലെ 9:30 മണി തൊട്ട് 10:30 മണി വരെയും, അതേപോലെ തന്നെ 3:30 മണി തൊട്ട് 4:30 മണി വരെയെങ്കിലും അല്ല 5 മണി വരെയെങ്കിലും സമയം കണ്ടെത്തി ഒന്ന് തിരുമുക്കിൽ വന്ന് നിൽക്കണം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സ്കൂൾ കുട്ടികൾ ബുദ്ധിമുട്ടുന്ന കാര്യം സാറിന് നേരിട്ട് അത് അനുഭവപ്പെടും. കാര്യം എന്ന് പറഞ്ഞാൽ പ്രായമായ അമ്മമാർ ഇപ്പോൾ ഇവിടുന്ന് നെടുങ്ങോലത്ത് നിന്ന് മീനാട് നിന്ന് പാലമുക്കിൽ നിന്ന് ഒരു വണ്ടി കയറി പോവും, ചാത്തന്നൂർ ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട്. ഈ ബസ്സിൽ കൊണ്ടുപോകുന്നവർ ചാത്തന്നൂർ പോകില്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? ഇപ്പോൾ ട്രാഫിക് അവിടെ നിയന്ത്രണം വെച്ചിരിക്കുകയാണ്. ചാത്തന്നൂരോട്ട് പോകാൻ പറ്റത്തില്ല. പോയി റോയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തൂടെ തിരിഞ്ഞു പോകണം. ഇവരുടെ സമയം എത്രയാണെന്ന് MLA ഒന്ന് മനസ്സിലാക്കണം. അല്ല, ആ ഒരു ആവശ്യം നമുക്ക് വളരെ ശക്തമായിട്ട് ഊന്നി പറയാം. ഹലോ, ഓക്കെ, ഒരു നിമിഷം പ്ലീസ് നമുക്കിത് അവസാനിപ്പിക്കട്ടെ. ഓക്കെ, ഒരു മിനിറ്റ് ചേട്ടാ. ഹലോ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോവാതെ നിങ്ങൾ പരമാവധി ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ട് ഇതിനെ വിജയിപ്പിക്കാൻ നോക്കുക. അപ്പൊ ആ ചർച്ച ആവർത്തിച്ച് പറയേണ്ടതില്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാലോ. എന്തെങ്കിലും ക്രിയാത്മക നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയാം. നമുക്ക് ഈ പറയുന്ന 2 കൂട്ടായ്മയുടെയും പരിപാടിയൊന്നും ഉണ്ടല്ലോ. എങ്കിൽ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഈ ചാത്തന്നൂർ തിരുമുക്കിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശക്തമായിട്ട് രംഗത്ത് വരുന്നത് പരവൂർക്കാർ കൂട്ടായ്മ തന്നെയാണ്. അതിനുശേഷം ഒരുപാട് പേര് കൂടെ വന്നിട്ടുണ്ട്. വളരെ സന്തോഷവും നന്ദിയൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ ഇതിനകത്ത്. നമുക്ക് എന്ത് പറഞ്ഞാലും ഇതുപോലെ ഒരു സാധനം വീണ്ടും അവിടെ വച്ചിട്ട് കാര്യമില്ല. ഞങ്ങളുടെയൊക്കെ പൊതുതാൽപര്യാർത്ഥം ഞങ്ങൾക്ക് ഈ 10,500 5000 പേരെ ആൾക്കാരുടെ ഒപ്പുശേഖരണവും കൂട്ടായ്മ ഉള്ളൊരു സംഘടനയാണ്. പക്ഷേ നമ്മുടെ ഒരേ ആവശ്യം ഞങ്ങൾക്ക് പറയുന്നത് ഒരു വലിയ ഫ്ലൈ ഓവർ ഇപ്പം മിനിമം നമ്മൾ ആ മൈലക്കാട് ഭാഗത്ത് ഇരിക്കുന്ന തരത്തിലുള്ള രീതിയിലെങ്കിലും ഉള്ള ഒരു ഫ്ലൈ ഓവർ നമുക്കവിടെ പണിത് കിട്ടണം. സുഗമമായി കൊല്ലത്ത് വരുന്നവർക്ക് ചാത്തനിലേക്കും പരവൂരിലേക്കും വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഏത് വിധേന ഉണ്ടാക്കണം. അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഫ്ലൈ ഓവർ തന്നെയാണ് നമുക്കിവിടെ വേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ നിന്നൊരു പ്രതിനിധി സംഘം ഡൽഹിക്ക് പോയി മന്ത്രിക്ക് നിവേദനം കൊടുത്താൽ പരവൂരിൻ്റെ നേരെ കയറി പോകുന്ന ആ റോഡിൻ്റെ ഭാഗത്ത് തന്നെ നമ്മുടെ ഇത് എന്തായാലും ഉണ്ടാക്കില്ല, അവിടെ തന്നെ ഉണ്ടാക്കണം. ചാത്തന്നൂർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ കൊല്ല ഭാഗത്തേക്കോ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. പാരിപ്പള്ളിയിൽ തന്നെയാണോ ഉണ്ടാക്കിയത്? പരവൂർ റോഡിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലോ പരവൂർ കയറി ചെല്ലുന്ന സെൻട്രൽ ഭാഗത്തോടെ ഉണ്ടാക്കിയത്. ഫ്ലൈ ഓവർ പറഞ്ഞ ഒരു പരിപാടിക്ക് ഫ്ലൈ ഓവർ തന്നെ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ വണ്ടികൾ വലിയ വണ്ടികൾ വരത്തതില്ലെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു കാറിലോ ബൈക്കിലോ അവിടെ വന്ന് അരമണിക്കൂർ നിങ്ങൾ ഒരുപാട് പേര് താമസിച്ചെന്ന്. ആ താമസിച്ച ഇപ്പോൾ ഉള്ള ഫ്ലൈ ഓവർ ഈ ചെറിയ ഈ തീപ്പെട്ടിയിലൂടെ കയറി വന്നാൽ തന്നെ ഇങ്ങോട്ട് വരാൻ വലിയ പാടാണ്. അപ്പോൾ സാറേ ഇത് പേര് MP പങ്കെടുത്ത ഒരു പരിപാടിയാണ്. MP പാർലമെന്റ് മെമ്പർ പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട കാര്യമാണ്. നാഷണൽ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. MP ചർച്ചയിൽ പങ്കെടുക്കാതെ പോയി ഈ ഇരിക്കുന്ന ആൾക്കാരുടെ പരാതികൾ ആരാണ് കേൾക്കേണ്ടത്? ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളെ, ഇത് നാഷണൽ അതോറിറ്റി അറിയിപ്പിക്കേണ്ട കാര്യങ്ങളല്ലേ? അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സാർ ഒരു മിനിറ്റ്, MP ചർച്ചയിൽ പങ്കെടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടേ MP പോകാവൂ. ശരിക്കും പറഞ്ഞാൽ MP ഇവിടുന്ന് പോയപ്പോൾ എല്ലാവരും ബഹിഷ്കരിക്കേണ്ട ചടങ്ങാണത്. ദുരിതം ഒഴിവാക്കണമെന്നാണ് രംഗശ്രീ കലാകായിക സാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിൽ അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ മുന്നേ കൂട്ടി ഇത് ജനങ്ങളുടെ അഭിപ്രായം ഇവിടെ അറിയിപ്പിക്കണമായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോഴല്ലേ ഇതിൻ്റെ വിലയിരുത്തി ഇത് പഠിച്ചത് വന്നത്. ഞാൻ മനസ്സിലാക്കിയത് MPയും MLA എല്ലാം പറഞ്ഞത് അവർ ഓരോ തരത്തിൽ നടത്തിയ സാങ്കേതികമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗ തലത്തിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ഇവിടെ പങ്കുവച്ചതാണ്. ആ പങ്കുവയ്ക്കുമ്പം നമ്മൾ ചെയ്യേണ്ടത് അതിനെതിരെ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അത് MP MLA എല്ലാം സൂചിപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമരം വിജയിക്കണമെങ്കിൽ ശക്തമായ പ്രക്ഷോഭം വേണം. അതിനകത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കണക്ക് പരവൂർ കൂട്ടായ്മയാണ് ആദ്യമേ ഈ സമര പരിപാടികളുമായി മുന്നോട്ട് വന്നതെന്നുള്ളതാണ്. നമ്മൾ സമരത്തിലൂടെ ഈ പറഞ്ഞ പോരായ്മ മറികടന്നുകൊണ്ട് അത് വിജയം വരെ സമരം ചെയ്തുകൊണ്ട് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമുണ്ട്. അതിന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയും ഒപ്പമുണ്ടാവും എന്നുള്ളതാണ്. നമുക്കിത് പബ്ലിഷ് ചെയ്തിട്ട് ജനങ്ങളിൽ കൂടുതലായിട്ട് എത്തിക്കുക, അധികൃതരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് MPക്കോ MLAക്കോ ഇന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും നമുക്ക് വേണം. ബഹുമാനപ്പെട്ട MLA വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് MPയെ വിളിക്കണം നിർബന്ധമായിട്ടെന്നാണ്. യാതൊരു വേർതിരിവുമില്ലാതെയാണ് അദ്ദേഹം പറയുന്നത്. കാര്യം ഇത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ MPയും വേണം, MLAയും വേണം, നമ്മളെല്ലാവരും വേണം. നമ്മുടെ പരവൂരത്തെ പ്രശ്നം മാത്രമല്ല, പൂതക്കുളം ചിതക്കര മേഖലകളിലുള്ള എല്ലാ ആൾക്കാർക്കും ഉള്ള വലിയൊരു പ്രശ്നം തന്നെയാണിത്. 21 മീറ്റർ അല്ലെങ്കിൽ 18 മീറ്റർ
നീളമുള്ള ഒരു ഫ്ലൈ ഓവർ സ്ഥാപിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവൂ. ഇവിടെ മാതൃഭൂമി അതെല്ലാം നേതൃപരമായി ജനങ്ങളെ മുമ്പിൽ എത്തിക്കാനുള്ള പരിശ്രമം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. ഇതിൽ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഈ ഹൈവേ 2 സിസ്റ്റമാണ് ഹൈവേ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ, നോർത്തും NHAI. NHAIയുടെ DPR ഒന്നും അത് ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാറേയില്ല, അവരത് പബ്ലിഷ് ചെയ്യാറുമില്ല. നോർത്താണെങ്കിൽ ജനപ്രതിനിധികളായിട്ട് ഡിസ്കഷൻ നടത്തിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. NHAI അത് ചെയ്യാറില്ല. ജനങ്ങളുടെ ഇത്തരം ഒരുപാട് സമരങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുമ്പോൾ ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. പിന്നെ ബഹുമാനപ്പെട്ട MP-യുടെ നേതൃത്വത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞു. അതിൽ നമ്മുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്തത്. വലിയ ഒരു അണ്ടർപാസ് വേണം. ഈ ആവശ്യങ്ങൾ ഊന്നിക്കൊണ്ടുള്ള എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും മാതൃഭൂമിയുടെയും സർവ്വവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഈ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയും. ഞാൻ ആകെ പ്രതീക്ഷിച്ചു വച്ചിരുന്നത് ഈ MP എന്ന നിലയിൽ അദ്ദേഹം നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച് നമ്മുടെ ഡിമാൻഡ് അംഗീകരിച്ച് തരുമെന്നായിരുന്നു. പക്ഷേ ഉണ്ടാകുന്ന ലക്ഷണമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി നമുക്ക് ഒരു പെട്ടി കൂടെ പണിഞ്ഞു തരാൻ പോകുന്നു. അതല്ലാതെ അതുകൊണ്ട് എന്ത് ഗുണമാണ്? തിരിച്ച് നമുക്ക് ചാത്തന്നൂരിൽ പോകാൻ വീണ്ടും ഈ ഹോളിൽ കയറണ്ടേ? തിരുമുക്ക് അപ്പോഴും അവരടച്ചു തന്നെ വെച്ചേക്കും, അവിടെ ഒന്നും പറ്റില്ല.